നമ്മൾ ഫിസിക്സിൻ്റെ ലിബോസ് മലയാളം ഉത്തോലകങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഉത്തോലകങ്ങൾ, ഉത്തോലകം എന്ന് വെച്ചാൽ ലഘുയന്ത്രത്തിൽ വരുന്ന സാധനമാണ് ഉത്തോലകം എന്ന് പറയും. അതായത് മനുഷ്യൻ്റെ പ്രയത്നം കുറയ്ക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് ലഘുയന്ത്രങ്ങൾ. ആ ലഘുയന്ത്രത്തിൽ വരുന്ന ഉപകരണമാണ് ഉത്തോലകം എന്ന് പറയും. അതിന് ഇംഗ്ലീഷ് നമ്മൾ ലിവർ, LEVER, ലിവർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഒന്നാമത്തേത്, ഉത്തോലകങ്ങൾ ആവിഷ്കരിച്ചയാൾ ആർക്കിമിഡീസ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഉത്തോലകം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. ഇനി ഉത്തോലകം വെച്ചാൽ ഉത്തോലകത്തിൽ പ്രധാനമായും 3 വാക്കുകളാണ് വരുന്നത്. ഒന്ന് ധാരം, രോധം, യത്നം. ധാരം എന്ന് പറഞ്ഞാൽ ഈ ഉത്തോലകം തിരിയുന്ന ബിന്ദു ഏതാണോ ആ തിരിയുന്ന ബിന്ദുവിനെയാണ് നമ്മൾ ധാരം എന്ന് പറയുന്നത്. നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് നമ്മുടെ എഫർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയുന്നത്. നമ്മൾ പ്രയോഗിക്കുന്ന ബലം അനുഭവപ്പെടുന്ന വസ്തു ഏതാണോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് രോധം, ദാറ്റ് ഇസ് എ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലം അത് യത്നം, ഓക്കെ, അതായത് എഫർട്ട് എന്ന് പറയും. നമ്മൾ പ്രയോഗിക്കുന്ന ബലം അനുഭവപ്പെടുന്ന വസ്തുവാണ് രോധം, ദാറ്റ് ഇസ് എ റെസിസ്റ്റൻസ് എന്ന് പറയും. ഏത് ബിന്ദുവിൽ നിന്നാണോ ഈ ഉത്തോലകം തിരിയുന്നത് ആ തിരിയുന്ന ബിന്ദുവിനെയാണ് ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയും. അപ്പോൾ ധാരം, രോധം, യത്നം എന്നീ 3 വാക്കുകളാണ് ഉത്തോലകത്തിൽ വരുന്നത്. ഇതിൽ ധാരം ഇടയ്ക്കും രോധവും യത്നവും ഇരുവശങ്ങളിലായുള്ള ഉത്തോലകമുണ്ട്. അതുപോലെ തന്നെ രോധം ഇടയ്ക്കും ധാരവും യത്നവും ഇരുവശങ്ങളിലായുള്ള ഉത്തോലകമുണ്ട്. അതുപോലെ യത്നം ഇടയ്ക്കും ധാരവും രോധവും ഇരുവശങ്ങളിലായുള്ള ഉത്തോലകമുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഉത്തോലകം എന്ന് പറഞ്ഞാൽ ധാരം എപ്പോഴും ഒരു ഫിക്സഡ് പോയിൻ്റാണ്, ഒരു സ്ഥിര ബിന്ദുവാണ്. അങ്ങനെ ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡ് അല്ലെങ്കിൽ ബലമുള്ള ദണ്ഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉത്തോലകം. അപ്പം ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡിനെ വിളിക്കുന്ന പേരാണ് ഉത്തോലകം. ഇങ്ങനെയുള്ള ഉത്തോലകം ആവിഷ്കരിച്ചയാൾ ആർക്കിമിഡീസ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഉത്തോലകം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസാണ്. അപ്പോൾ ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡിനെ വിളിക്കുന്ന പേരാണ് ഉത്തോലകം. ഉത്തോലകം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഉത്തോലകങ്ങൾ 3 തരമുണ്ട്. അതായത് 1ാം വർഗ്ഗ ഉത്തോലകം, 2ാം വർഗ്ഗ ഉത്തോലകം, 3ാം വർഗ്ഗ ഉത്തോലകം. അതായത് 1ാം വർഗ്ഗത്തിൽ തിരിയുന്ന ബിന്ദുവാണ് ഇടയ്ക്ക് വരുന്നത്, പേടിയോ, അതാണ് ധാരം ഇടയ്ക്കും രോധവും യത്നവും ഇരുവശങ്ങളിലായുള്ള ഉത്തോലകത്തെ വിളിക്കുന്ന പേരാണ് 1ാം വർഗ്ഗ ഉത്തോലകം. അപ്പോൾ ധാരം ഇടയ്ക്ക് തിരിയുന്ന ബിന്ദു ഇടയ്ക്ക് വരണം, രോധവും യത്നവും ഇരുവശങ്ങളായിട്ട് വരും. അപ്പോൾ ധാരം ഇടയ്ക്കും രോധവും യത്നവും ഇരുവശങ്ങളിലായുള്ള ഉത്തോലകത്തെ വിളിക്കുന്ന പേരാണ് 1ാം വർഗ്ഗ ഉത്തോലകം. അതിന് എക്സാമ്പിളുകളാണ് കത്രിക, പിന്നെയുണ്ട് നമ്മളെ സാധനങ്ങൾ തൂക്കുന്ന ത്രാസ്, പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ പാർക്കിൽ ചെല്ലുവാണെങ്കിൽ സീസോ എന്ന് പറയുന്ന സാധനം കാണാം. ഒരു കുട്ടി അവിടെ ഇരിക്കും, ഒരാൾ ഇപ്പുറത്തിരിക്കും, നടുക്കൊരു പോയിന്റിലാണ് തിരിയുന്ന ബിന്ദു വരുന്നത്, അപ്പോൾ ആ സീസോ. അതേപോലെ തന്നെ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരുന്ന കപ്പി, ഓക്കെ. പിന്നെ കൊടിലെന്ന് വെച്ചാൽ ഈ അടുക്കളയിൽ നിന്നൊക്കെ ചൂടുള്ള പാത്രമൊക്കെ പിടിച്ചിറങ്ങുന്ന സാധനമാണ് കൊടിലെന്ന് പറയും. അതേപോലെ തന്നെ വിജാഗിരി, അതുപോലെ നഖം വെട്ടുന്ന ദാറ്റ് ഇസ് എ നെയിൽ കട്ടർ, പിന്നെ ആണിയൊക്കെ ഊരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ദാറ്റ് ഇസ് എ നെയിൽ പുള്ളർ, ഓക്കെ. അപ്പോൾ നെയിൽ കട്ടർ, നെയിൽ പുള്ളർ, വിജാഗിരി, കൊടിൽ, കപ്പി, ഓക്കെ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എത്രാം വർഗ്ഗത്തിൽ വരും? 1ാം വർഗ്ഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, തിരിയുന്ന പോയിൻ്റാണോ ഇടയ്ക്ക് വരുന്നത് നോക്കണം, ആണെങ്കിൽ കണ്ണടച്ചം എഴുതിക്കോണം 1ാം വർഗ്ഗ ഉത്തോലകം. ഓക്കെ, ഇനിയുണ്ട് നമ്മൾ പ്രയോഗിക്കുന്ന ബലം അനുഭവപ്പെടുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണ് രോധം. അങ്ങനെയുള്ള ആ രോധം ഇടയ്ക്കും ധാരവും യത്നവും ഇരുവശങ്ങളായുള്ള ഉത്തോലകത്തെ വിളിക്കുന്ന പേരാണ് 2ാം വർഗ്ഗ ഉത്തോലകം. ഓക്കെ, അപ്പോൾ രോധം ഇടയ്ക്കും ധാരവും യത്നവും ഇരുവശങ്ങളിലുള്ള ഉത്തോലകത്തെ വിളിക്കുന്ന പേരാണ് 2ാം വർഗ്ഗ ഉത്തോലകം. അതിൻ്റെ എക്സാമ്പിളുകളാണ്, ഒന്നാമത്തെ ഈ പാക്ക് വെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം, ദാറ്റ് ഇസ് പാക്ക് വെട്ടി. അതുപോലെ തന്നെ നാരങ്ങ ഞെക്കാൻ ഉപയോഗിക്കുന്ന സാധനം നാരങ്ങ ഞെക്കി. പിന്നെ സോഡാ കുപ്പിയുടെ അടപ്പ് തുറക്കുന്നത്, ദാറ്റ് ഇസ് ബോട്ടിൽ ഓപ്പണർ. അതേപോലെ തന്നെ വീൽ ചെയർ, ദെൻ ട്രോളി, വീൽ ബാരോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2ാം വർഗ്ഗ ഉത്തോലകത്തിൽ വരുന്നതാണ്. അപ്പോൾ എന്താ 2ാം വർഗ്ഗ ഉത്തോലകത്തിൽ വരുന്നത്? രോധം ഇടയ്ക്ക് വരണം. നമ്മൾ പ്രയോഗിക്കുന്ന ബലം അനുഭവപ്പെടുന്ന വസ്തുവാണ് ഇടയിൽ വരുന്നെങ്കിൽ അത് 2ാം വർഗ്ഗ ഉത്തോലകമാണ്. അതാണ് രോധം ഇടയ്ക്കും ധാരവും യത്നവും ഇരുവശങ്ങളായുള്ള ഉത്തോലകത്തെ വിളിക്കുന്ന പേരാണ് 2ാം വർഗ്ഗ ഉത്തോലകം. ഉദാഹരണങ്ങൾ പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, വീൽ ബാരോ, ട്രോളി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2ാം വർഗ്ഗ ഉത്തോലകത്തിൽ വരും. ഓക്കെ.
അടുത്തത് മൂന്നാം വർഗ്ഗ ഉത്തോലമാണ്. മൂന്നാം വർഗ്ഗ ഉത്തോലത്തിൽ വെച്ചാൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് ഇടയിൽ വരുന്നതെങ്കിൽ അത് മൂന്നാം വർഗ്ഗത്തിൽ വരും. അപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലം ഇടയിൽ വരും. അതായത് യത്നം ഇടയ്ക്കും ധാരവും രോധവും ഇരുവശങ്ങളിലുള്ള ഉത്തോലത്തെ വിളിക്കുന്ന പേരാണ് മൂന്നാം വർഗ്ഗ ഉത്തോലകം. ഓക്കെ, അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ ഈ ഐസൊക്കെ പെറുക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന വളഞ്ഞിരിക്കുന്നൊരു കമ്പി പോലെ സാധനമുണ്ട്, ഐസ് ടോങ്സ് എന്ന് പറയും. അതുപോലെ തന്നെ തീക്കനലൊക്കെ പെറുക്കിയെടുക്കാൻ ഉപയോഗിക്കും, അതുകൊണ്ട് അതിനെ ഫയർ ടോങ്സ് എന്ന് വിളിക്കും. പിന്നെയുണ്ട് ചൂണ്ട. അതേപോലെ തന്നെ നമ്മുടെ ബേക്കറിയിലൊക്കെ ഈ അവരുടെ ഷോക്കീസിൽ നിന്ന് സാധനങ്ങളൊക്കെ പെറുക്കി തരുന്നുണ്ട്, അതായത് ചവണ. ദാറ്റ് ഇസ് ഫോർസെപ്സ് എന്ന് പറയും. ഫോർസെപ്സിൻ്റെ മലയാളമാണ് ചവണ. അപ്പോൾ ചവണ, ഐസ് ടോങ്സ്, ഫയർ ടോങ്സ്, ചൂണ്ട, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വർഗ്ഗത്തിൽ വരും? മൂന്നാം വർഗ്ഗത്തിൽ വരും. ഓക്കെ, അപ്പോൾ യത്നം ഇടയ്ക്കും ധാരവും രോധവും ഇരുവശങ്ങളുള്ള ഉത്തോലത്തെ വിളിക്കുന്ന പേരാണ് മൂന്നാം വർഗ്ഗ ഉത്തോലകം. ഓക്കെ, ഇത്രയാണ് ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു.